ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ 3 മെയിനായിട്ടും ടോപ്പിക്കാണുള്ളത്. ഫസ്റ്റ് ടോപ്പിക്കാണെങ്കിൽ ഡു ലോസ് അപ്ലൈ ടു ഓൾ, ദെൻ ഹൗ ഡു ലോസ് കംസ് അബൌട്ട്, ദെൻ അൺപോപ്പുലർ ആൻഡ് കോൺട്രവേഴ്ഷ്യൽ ലോസ്. ഈ 3 ടോപ്പിക്കാണ് ഇതിനകത്ത് മെയിനായിട്ടും ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡു ലോസ് അപ്ലൈ ടു ഓൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, understanding laws. You may be familiar with some laws such as those that specify the age of marriage, the age at which a person can vote, and perhaps even the laws dealing with the buying and selling of property. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നിയമങ്ങൾ? നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക രാജ്യമോ സമൂഹമോ അതിൻ്റെ അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി നിയമങ്ങൾ രൂപീകരിക്കുന്നു, അല്ലേ? അത് പിഴ ചുമത്തുന്നതിലൂടെ അത് നടപ്പിലാക്കാം. പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്, നമുക്ക് അറിയാം കേട്ടോ. മാരേജ്, പ്രോപ്പർട്ടി, വോട്ട്, ഇതിനെല്ലാം നിയമങ്ങൾ ഉണ്ട്. ഓക്കെ, അടുത്ത നോക്കിയാൽ ഡു ലോസ് അപ്ലൈ ടു ഓൾ. ഓക്കെ, നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണോ? The above is a clear case of the violation of law. As you read in Unit 1, members of the Constituent Assembly were agreed there should be no arbitrary exercise of power in independent India. They therefore instituted several provisions in the Constitution that would establish the rule of law. The most important of these was that all persons in independent India are equal before the law. ഓക്കെ, അപ്പം സ്വതന്ത്ര ഇന്ത്യയിൽ ഏകപക്ഷീയമായി അധികാരം പ്രയോഗിക്കാൻ പാടില്ലാത്തതിനാൽ ഭരണഘടന നിയമസഭയിലെ അംഗങ്ങൾക്ക് നിയമവാഴ്ച സ്ഥാപിക്കുന്നതിന് നിരവധി വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഏർപ്പെടുത്തി. അതിലൊന്നാമത്തേതാണ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്വതന്ത്ര ഇന്ത്യയിലെ എല്ലാ വ്യക്തികളും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു നിയമമാണ്. ഓക്കെ, ദെൻ ദ ലോ കനോട്ട് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ പേഴ്സൺസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ റിലിജൻ, കാസ്റ്റ് ഓർ ജെൻഡർ. ഓക്കെ, അപ്പം എല്ലാ നിയമങ്ങളും രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യമായി ബാധകമാണ്. ആർക്കും നിയമത്തിന് അതീതരാകാൻ കഴിയില്ല. അതായത് ജാതി, മതം, അതുപോലെ ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്ക് വിവേചനം കാണിക്കുവാൻ നിയമത്തിന് കഴിയുകയില്ല. ഓക്കെ, what the rule of law means is that all laws apply equally to all citizens of the country and no one can be above the law. Okay, any crime or violation of law has a specific punishment as well as a process through which the guilt of the person has to be established. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും കുറ്റകൃത്യത്തിനോ നിയമലംഘനത്തിനോ പ്രത്യേകമായ ശിക്ഷയുണ്ട്. ഓക്കെ, in ancient India there were innumerable and often overlapping local laws. അപ്പോൾ പുരാതന ഇന്ത്യയിൽ എല്ലാവർക്കും തുല്യമായി ബാധകമല്ലാത്ത എണ്ണമറ്റതും ഓവർലാപ്പ് ചെയ്യുന്നതുമായ പ്രാദേശിക നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് എൻജോയ് ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് ഓട്ടോണമി ഇൻ അഡ്മിനിസ്ട്രേറ്റിംഗ് ദീസ് ലോസ് എമംഗ് ദെയർ ഓൺ. ഓക്കെ, അപ്പം അതായത് താഴ്ന്ന ജാതിക്കാർ കൂടുതൽ കഠിനമായി ശിക്ഷിക്കപ്പെടുകയോ ബാക്ക്ഗ്രൗണ്ട് കണ്ട ഡിപ്പെൻഡിങ് ഓൺ ദെയർ കാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്സ് വിത്ത് ലോവർ കാസ്റ്റ് ബീങ് മോർ ഹാർഷ്ലി പെനലൈസ്ഡ്. ഇപ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് കൂടുതൽ കഠിനമായി ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നതിനാൽ അവരുടെ ജാതി പശ്ചാത്തലത്തെ ആശ്രയിച്ച് ഒരേ കുറ്റകൃത്യത്തിലുള്ള ശിക്ഷ വ്യത്യാസപ്പെട്ടിരുന്നു. ഓക്കെ, ദെൻ it is often believed that it was the British colonialists who introduced the rule of the law in India. Historians have disputed this claim on several grounds, two of which include first that colonial laws are arbitrary, and second that the Indian nationalists played a prominent role in the development of the legal sphere in British India. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിൽ ഏകപക്ഷീയമായി അധികാരം പ്രയോഗിക്കാൻ പാടില്ലെന്ന് ഭരണഘടന അസംബ്ലിയിലെ അംഗങ്ങൾ സമ്മതിച്ചു. അപ്പോൾ ഒരു നിയമം സ്ഥാപിക്കുന്നതിന്
അവർ ഭരണഘടനയിൽ നിരവധി വ്യവസ്ഥകൾ ഏർപ്പെടുത്തി. അങ്ങനെ ബ്രിട്ടീഷ് കൊളോണിസ്റ്റുകൾ ഇന്ത്യൻ നിയമവാഴ്ച അവതരിപ്പിച്ചു. ചരിത്രകാരന്മാർ ഈ അവകാശവാദം ഇപ്രകാരമാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഒന്നാമതായി പറയുന്നത് കൊളോണിയൽ നിയമം ഏകപക്ഷീയമായിരുന്നു. അതായത് നിയമരംഗത്തിൽ വികാസത്തിൽ ഇന്ത്യൻ ദേശീയവാദികൾ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യൻ നാഷണലിസ്റ്റ് ഒരു പ്രധാന പങ്ക് വഹിച്ചു. ദെൻ നെക്സ്റ്റ് നോക്കിയ സെഡിഷൻ ആക്ട് ഓഫ് 1870, അതായത് 1870 രാജ്യദ്രോഹ നിയമത്തിലെ ബ്രിട്ടീഷ്, അതായത് സെഡിഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ നിയമം. ആ നിയമം ഏകപക്ഷീയതയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഈ നിയമം പ്രകാരം ബ്രിട്ടീഷ് സർക്കാരിനെ പ്രതിഷേധിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന ഒരാളെ ശരിയായ വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഐഡിയ ഓഫ് സെഡിഷൻ വാസ് വെരി ബ്രോഡ്ലി അണ്ടർസ്റ്റുഡ് വിത്ത് ദിസ് ആക്ട്. എനി പേഴ്സൺ പ്രൊട്ടസ്റ്റിംഗ് ഓർ ക്രിട്ടിസൈസിങ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് കുഡ് ബി അറസ്റ്റഡ് വിത്തൗട്ട് ഡ്യുവൽ ട്രയൽ. അപ്പോൾ എന്താണ്, ഈ നിയമപ്രകാരം ബ്രിട്ടീഷ് സർക്കാരിനെ പ്രതിഷേധിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന ഒരാളെ ശരിയായ വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ദ ഇന്ത്യൻ നാഷണലിസ്റ്റ് ബിഗാൻ പ്രൊട്ടക്റ്റിംഗ് ആൻഡ് ക്രിട്ടിസൈസിങ് ദിസ് ആർബിട്രറി യൂസ് ഓഫ് authority by the British. They also began fighting for a greater equality and wanted to change the idea of law from a set of rules that they were forced to obey to law as including ideas of justice. By the end of the 19th century, the Indian legal profession also began emerging and demanded respects in colonial courts. ഓക്കെ, അപ്പം ഇന്ത്യൻ ദേശീയവാദികൾ ബ്രിട്ടീഷ് ഏകപക്ഷീയമായി അധികാരത്തെ ഉപയോഗിക്കുന്നതിനെതിരെ പ്രതിഷേധിക്കുകയും വിമർശിക്കുകയും ചെയ്തു. കൂടുതൽ സമത്വത്തിനായി അവർ പോരാടാനായിട്ട് തുടങ്ങി. നിയമത്തിൻ്റെ ആശയം തങ്ങൾ അനുസരിക്കാൻ നിർബന്ധിതരായ ഒരു കൂട്ടം നിയമങ്ങളിൽ നിന്നും നീതിയുടെ ആശയങ്ങൾ ഉൾപ്പെടുന്ന നിയമത്തിലേക്ക് മാറ്റാനായിട്ട് അവർ ആഗ്രഹിച്ചു. ഓക്കെ, ബൈ ദ എൻഡ് ഓഫ് ദ 19th century, the Indian legal profession also began emerging and demanded respects in colonial courts. അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇന്ത്യൻ നിയമപരമായ തൊഴിൽ വന്നു. എങ്ങനെയാണെന്ന് നോക്കിയേ, ഇന്ത്യക്കാരുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിയമങ്ങൾ ഉപയോഗിച്ച് കൊളോണിയൽ കോടതിയിൽ ആവശ്യപ്പെട്ടു. റെസ്പെക്റ്റ് അവർ ആവശ്യപ്പെട്ടു, ബഹുമാനം അവർ ആവശ്യപ്പെട്ടു. Okay, the Indian judge also began to play a greater role in making decisions. തീരുമാനമെടുക്കുന്നതിൽ ഇന്ത്യൻ ജഡ്ജിമാർ കൂടുതൽ പങ്ക് വഹിക്കുവാനായിട്ട് തുടങ്ങി. Okay, therefore, there are several ways in which India plays a major role in the evolution of the rule of law during the colonial period. Okay, അങ്ങനെ ഭരണഘടന അംഗീകരിച്ചതോടെ രാജ്യത്തിനായി നിയമങ്ങൾ പ്രതിനിധികൾ നിർമ്മിക്കുവാനായി തുടങ്ങി. എല്ലാ വർഷവും പ്രതിനിധികൾ പുതിയ നിയമങ്ങൾ പാസ്സാക്കുകയും നിലവിലുള്ള നിയമങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്തു. ഓക്കെ, വിത്ത് ദ അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദിസ് ഡോക്യുമെന്റ് സെർവ്ഡ് ആസ് ദ ഫൗണ്ടേഷൻ ഓൺ വിച്ച് അവർ റെസ്പെക്റ്റീവ്സ് ബിഗാൻ മേക്കിംഗ് ലോസ് ഫോർ ദ സെഞ്ച്വറി. So for the country, every year our representatives pass several new laws as well as revise exciting ones. Then you read about the Hindu Succession Amendment Act 2005. According to this law, these new laws, sons, daughters and their mothers can get an equal share of family property. അപ്പോൾ ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 2005. അതായത് ഈ നിയമം അനുസരിച്ച് പുത്രന്മാർക്കും പെൺകുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും കുടുംബത്തിൽ തുല്യമായ പങ്ക്, സ്വത്തിൽ തുല്യമായ പങ്ക് ലഭിക്കും. ഓക്കെ, മനസ്സിലായോ? അതാണ് ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ആക്ട് 2005 എന്ന് പറയുന്നത്. കുടുംബത്തിൽ പുത്രന്മാർക്കും പെൺകുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും എല്ലാം സ്വത്തിൽ, കുടുംബ സ്വത്തിൽ തുല്യമായ പങ്ക് ലഭിക്കണം. അതാണ് ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഹൗ ഡു ന്യൂ ലോസ് കം എബൌട്ട്? Okay, the parliament has an important role in making laws. There are many ways through which this takes place, and it is often different groups in society that raise the
നീഡ് ഫോർ എ പർട്ടിക്കുലർ ലോയെ. അപ്പോൾ പുതിയ നിയമങ്ങൾ എങ്ങനെ വരുന്നു? നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ പാർലമെൻറ്റിന് ഒരു പ്രധാന പങ്കുണ്ട്. ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവർ പാർലമെൻറ്റിൽ ഒരു പ്രധാന പങ്കുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നത്. ഓക്കെ, an important role of parliament is to be sensitive to the problem faced by people. Let us read the following story to understand how the issue of domestic violence, അതായത് ഗാർഹിക പീഡനം എന്ന വിഷയം പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അതുപോലെ ആ വിഷയം നിയമമാക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു. അതായത് അൺപോപ്പുലർ ആൻഡ് കോൺട്രവേഴ്ഷ്യൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനപ്രിയമല്ലാത്തതും വിവാദപരമായ നിയമങ്ങളാണ്. ലെറ്റ് us now look at the situation where the parliament passes law that turn out to be very unpopular. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ വളരെ ജനപ്രിയമായി മാറുന്ന നിയമങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കുന്നു. ഓക്കെ, sometimes a law can be constitutionally valued and hence legal, but it can continue to be unpopular and unacceptable to people because they feel that the intention behind it is unfair and harmful. Hence people might criticize this law, hold public meetings, write about in newspapers, reports or TV news channels, etc. ഓക്കെ, അപ്പം ചിലപ്പോൾ ഒരു നിയമം ഭരണഘടനാപരമായ സാധുതയുള്ളതും നിയമപരമായി ആകാം, പക്ഷേ അത് ജനകീയമല്ലാത്തതും സ്വീകാര്യമല്ലാത്തതുമായി തുടരാം. കാരണം അതിൻ്റെ പിന്നിലെ ഉദ്ദേശം അന്യായവും ദോഷകരമാണെന്ന് അവർക്ക് തോന്നുന്നു. അപ്പോൾ ആളുകൾ ഈ നിയമത്തെ വിമർശിക്കുകയോ പൊതുയോഗങ്ങൾ നടത്തുകയോ പത്രത്തിൽ എഴുതുകയോ TV ന്യൂസ് ചാനലിൽ റിപ്പോർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, ഒരു ജനാധിപത്യത്തിലെ പാർലമെൻറ്റ് രൂപപ്പെടുത്തിയ അടിച്ചമർത്തൽ നിയമങ്ങൾ അംഗീകരിക്കാൻ പൗരന്മാർക്ക് മനസ്സില്ല. അടിച്ചമർത്തൽ അങ്ങനെ ഉള്ളതാണെങ്കിൽ പൗരന്മാർക്ക് അത് സ്വീകരിക്കാനായിട്ട് മനസ്സില്ല. ഇപ്പം തെറ്റായ നിയമം പാസ്സാക്കുന്നതിന് ഒരു വലിയ പാസ്സാക്കുന്നതായിട്ട് ഒരു ജനവിഭാഗത്തിന് തോന്നിയാൽ അത് മാറ്റാൻ പാർലമെൻറ്റിൽ സമ്മർദ്ദം ചെയ്യാനായിട്ട് പറ്റും. In democracy lies our citizens can express their unwillingness to accept repressive laws framed by the parliament. Okay. For example, various municipal laws on the use of space in municipal limits often make hawking and streets vending illegal. No one will dispute the necessity for some rules to keep the public space open so that people can walk on the pavements easily. അതായത് ഈ നിയമം ഒരു ഗ്രൂപ്പിനെ അനുകൂലിക്കുകയോ മറ്റൊരു വിഭാഗത്തെ അവഗണിക്കുകയോ ചെയ്താൽ അത് വിവാദമായി മാറുകയും അത് സംഘട്ടനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പം നിയമം ശരിയല്ലെന്ന് കരുതുന്ന ആളുകൾക്ക് തീരുമാനമെടുക്കാൻ കോടതിയെ സമീപിക്കാം. Okay, hence if the laws favors one group and disregards the other, it will be controversial and lead to conflict. People who think that the law is not fair can approach the court to decide on the issue. The court has the power to modify or cancel laws if it finds that they don't adhere to the constitution. അപ്പം നിയമങ്ങൾ ഭരണഘടന പാലിക്കുന്നില്ലെന്ന് കണ്ടാൽ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ കോടതിക്ക് അധികാരമുണ്ട്. ഓക്കെ, അപ്പം ആളുകൾക്ക് അന്യായമായ നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുവാൻ അവകാശമുണ്ട്. ഓക്കെ, ഇന്ത്യയിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിലൂടെ പൗരന്മാരുടെ പങ്ക് അവസാനിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ജനങ്ങളുടെ വ്യാപ്തിയും പങ്കാളിത്തവും ഉത്സാഹവുമാണ് പാർലമെൻറ്റിൻ്റെ പ്രതിനിധി പ്രവർത്തനങ്ങൾ ശരിയായി നിർവഹിക്കാൻ സഹായിക്കുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഓക്കെ.